നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് അഗൈൻ പൈൽ റീഡിംഗ് ആണ്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻറ്റ് മെസ്സേജസും കിട്ടും. ആൻഡ് കുറച്ച് ഐ തോട്ട് ഓക്കെ എന്തോ എനിക്ക് അങ്ങനെ തോന്നി. സോ ഇവിടെ ഞാൻ 3 പൈൽ വെച്ചിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ടൈമിംഗ് കാർഡ് എടുക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു ഡെക്ക് എൻ്റെ കയ്യിലുണ്ട്. സോ ഐ തോട്ട് ഓക്കെ ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ അങ്ങനെ ടൈമിംഗ് ഒന്നിനും ഞാൻ പറയാറില്ല, ബിക്കോസ് എല്ലാം ഡിവൈൻ ടൈം എന്ന രീതിക്കാണ് ഞാൻ കണക്കാക്കാറ്. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈം ചേഞ്ച് ആവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈമിംഗ് കാർഡ് എടുക്കുന്നുണ്ട്. സോ ഇവിടെ എന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ടോട്ടലി നോ കോൺടാക്റ്റ് ആണെങ്കിൽ എപ്പോൾ കോൺടാക്റ്റ് വരും എന്നുള്ളത് നോക്കാം. അത് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ കാർഡിൽ കാണുന്നതനുസരിച്ച് പറയാം. നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടോ ഇല്ലേ, ലൈക്ക് അത് നോക്കിയിട്ട് എൻ്റെ എപ്പോൾ കോൺടാക്റ്റ് വരും എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ലൈക്ക് കോൺടാക്റ്റ് ഉള്ളവരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്ന ഫയലാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് ലൈക്ക് റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ എന്ന രീതിയിൽ ഒരു ടൈമിംഗ് കാർഡ് നോക്കാം. എപ്പോൾ ചേഞ്ചസ് വരും അല്ലെങ്കിൽ എപ്പോൾ കൂടുതൽ ബെറ്റർ ആവും സിറ്റുവേഷൻ എന്ന രീതിക്കുള്ള അതിനുള്ള ടൈമിംഗ് എടുക്കാം. ഓക്കെ, സോ എന്ത് തന്നെയായാലും നമുക്ക് ആദ്യം ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ഇവിടെ ഞാൻ ഫയൽ ഓരോന്നും എങ്ങനത്തെ ടൈപ്പാണ് എന്ന് നോക്കും. അതായത് നോ കോൺടാക്റ്റ് ആണോ, സെപ്പറേഷൻ ആണോ, കോൺടാക്റ്റ് വരുമോ എന്ന് നമ്മൾ നോർമലി ഇതിലും ചോദിക്കും ഞാൻ, ആൻഡ് ഇതിൽ നിന്നും എടുക്കാം, ഗൈഡൻസ് ആയിട്ടും തരാം. ഓക്കെ, സോ 3 ഡെക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് ലോങ് റീഡിങ് ആയി പോകുമെന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. Okay, so pile 1, pile 2, pile 3. Okay, pile 1 pink color crystal, second one orange color crystal, orange or red orangish ആണ്, orange color ഒരു crystal ആണ് ഞാനിവിടെ കാണാൻ വേണ്ടി എടുത്ത് വെച്ചത്. ഓക്കെ, ആൻഡ് ഇത് ഗ്രീൻ കളർ ക്രിസ്റ്റൽ. ഓക്കെ, സോ 3 ക്രിസ്റ്റൽ ഉണ്ട് ഇവിടെ, പിങ്ക്, ഓറഞ്ച്, ഗ്രീൻ. നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഫസ്റ്റ് പൈലിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓറഞ്ച് ആൻഡ് ഗ്രീൻ. ഓക്കെ, നിങ്ങളുടെ പൈൽ ഇത് എന്ത് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് ആദ്യം നോക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ടോ അതോ നോ കോൺടാക്റ്റ് ആണോ എന്ന് അറിയാൻ ശ്രമിക്കാം. കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജീസ് ഓഫ് ദ റിലേഷൻഷിപ്പ്, 7 of Pentacles, 6 of Wands and 4 of Pentacles. ഐ തിങ്ക് ഇവിടെ കോൺടാക്റ്റ് ഉണ്ട്. ഇവിടെ ടോട്ടൽ സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. ഒരു അവോയ്ഡിങ് ഉണ്ട്, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അവോയ്ഡിങ് ഉണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പേഴ്സൺ ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ടോട്ടൽ സെപ്പറേഷൻ ഒന്നും തോന്നുന്നില്ല. ഒരു താൽക്കാലികമായ ഒരു ചെറിയൊരു അകൽച്ച, ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എപ്പോൾ പോവും, ഓക്കെ, കാര്യങ്ങൾ എപ്പോൾ പേഴ്സൺ ഒന്നുകൂടി തുറന്ന് എക്സ്പ്രസ് ചെയ്യും, എപ്പോൾ ഈ റിലേഷൻഷിപ്പിനൊരു നമ്മൾ പറയില്ലേ റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയും. അതായത് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ മേ ബി മാരേജ് ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ അവർ കുറേ കൂടി നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളെ അറ്റൻഷൻ തരിക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരിക. അതെപ്പോഴാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. സോ ഇവിടെ എനിക്കൊരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പേഴ്സൺ ഒരുപാട് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം. ഓക്കെ, മോസ്റ്റ്ലി നിങ്ങൾ കാണുന്നവർ സിംഗിൾസ്, അല്ലെങ്കിൽ ഒരാൾ സിംഗിൾ, ഒരാൾ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആവാം. കുറച്ചൊരു അകൽച്ചയുണ്ട് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് ഒരു ഹാങ് സിറ്റുവേഷനാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. പേഴ്സൺ ഒരല്പം ബ്രേക്ക് എടുക്കുന്ന രീതിക്ക് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ടോട്ടൽ എൻഡിങ് അല്ല ഇവിടെ എനിക്ക് കാണുന്നത്, ബട്ട് ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ അഡ്വൈസ് എനർജി എന്താ നോക്കാം. അത് കഴിഞ്ഞിട്ട് ലയൺ. ഓക്കെ, ഹാർനസ് ദ ലോയൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഓറ ഓഫ് ദ ലയൺ ആൻഡ് ചാർജ് അഹെഡ് മാഗ്നിഫിഷ്യൻ്റ്ലി. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ മുന്നോട്ട് പോകും എന്ന രീതിക്കാണ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് ധൈര്യത്തിൽ ഇരിക്കൂ എന്നും, ആൻഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്ന പോലെയുണ്ട്. ലൈനിനെ പോലെ ആവാനാണ് പറയുന്നത്. നിങ്ങളോട് സ്ട്രോങ് ആൻഡ് കറേജിയസ്, ധൈര്യം വരാൻ പറയുന്നുണ്ട്. ആൻഡ് ആക്ച്വലി നമ്മുടെ സ്ട്രെങ്ത് കാർഡുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. സോ സ്ട്രെങ്ത് കാർഡിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ, അതായത് പേഴ്സണിനെ മെരുക്കിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നൊരു ഫീലിംഗ് തോന്നി എനിക്ക്. യെസ്, ഫ്ലവേഴ്സ്, ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആർ യോസ്. യെസ്, ഓക്കെ, ആൻഡ് 1 more കാർഡ് പ്രപ്പോസൽ കൂടി ഉണ്ട്. സോ യെസ്, ആൻഡ് ഇത് മാരേജിൻ്റെ ഒരു കാർഡായിരുന്നു. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട്. റൊമാൻറ്റിക് ഓർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഇൻഡിക്കേറ്റഡ്. ഓക്കെ, മതി, ഇത്ര മതി. സോ ഇവിടെ യെസ്, നിങ്ങൾക്ക് മുന്നോട്ടൊരു ഫ്യൂച്ചർ നല്ലത് വരുന്നുണ്ട്. ഫ്ലവേഴ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഓഫർ,
അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വരിക, ഓക്കെ പൂക്കൾ തരുന്ന പോലെ ഒക്കെ കാണുന്നുണ്ട്. സോ പോസിറ്റീവ് ആയിരിക്കും മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, ഇവിടെ നിങ്ങളോട് ധൈര്യത്തിൽ നിൽക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. രണ്ടും തോന്നും. ലെറ്റ്സ് സീ നിങ്ങൾക്ക് ടൈമിംഗ്, അതായത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് ഒരു കമ്മിറ്റ്മെന്റ് തരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പിലൊരു മാറ്റം കാണുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു ഡിഫറെൻറ്റ് ഡെക്കാണ്. സോ ഞാനതിൽ നിന്ന് 2-3 മെസ്സേജസ് എടുക്കാം. ഇവൻച്വലി ആൻഡ് ഫസ്റ്റ് സ്നോഫോൾ. ഓക്കെ, പ്ലീസ് സൂൺ. ഓക്കെ, നെക്സ്റ്റ് ന്യൂ മൂൺ എന്നും കാണുന്നുണ്ട്. സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ന്യൂ മൂൺ ഉണ്ട്. നെക്സ്റ്റ് ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ അമാവാസിയാണ്. അമാവാസി വരാറായിട്ടുണ്ട്, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഒരു 10 ദിവസത്തിൽ ഐ തിങ്ക് വരേണ്ടതാണ്. യെസ്, അമാവാസി ഒരു അടുത്ത 10 ദിവസത്തിൽ ഐ തിങ്ക് വരേണ്ടതാണ്. എനിക്ക് കറക്റ്റ് എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല. അമാവാസി നെക്സ്റ്റ് എപ്പോഴാണ് നോക്കോളൂ. അതിൻ്റെ ഉള്ളിൽ വരാം കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങൾ ധൈര്യത്തോടെ നിന്നാൽ, നിങ്ങൾ വളരെയധികം പോരാത്തിന് സെൽഫ് കൺട്രോൾ കൂടി നിങ്ങൾ വെക്കാം. അതായത് നിങ്ങൾ പേഴ്സണെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, നിങ്ങളൊരു സിംഹത്തിനെ പോലെ നിൽക്കാം. ഓക്കെ, എന്ന് വെച്ചിട്ട് നിങ്ങൾ റൂഡാവാനോ ദേഷ്യപ്പെടാനോ അല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളോട് ആ ഒരു നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ നിൽക്കുന്നവർക്ക്, നിങ്ങളൊരു ബോൾഡായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അടുത്ത ഒരു അമാവാസിനുള്ളിൽ എന്ന് പറയുന്നുണ്ട്. സൂൺ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇവൻച്വലി ഉണ്ട്, ഫസ്റ്റ് സ്നോഫോൾ ഉണ്ട്. സോ കുറച്ച് പേർക്ക് ഡിലേ കാണുന്നത്, നിങ്ങളിങ്ങനെ ഒരു ചേസിങ് എനർജിയിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് ഒരു ബാലൻസ്ഡിലല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവൻച്വലി, അതായത് മുന്നോട്ട് വരും, കാര്യങ്ങൾ നടക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നടക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് സ്നോഫോൾ എന്ന് പറയുന്നുണ്ട്. സ്നോഫോൾ ഇനി വരാൻ പോകുന്നത് നവംബർ ഡിസംബറിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആയിട്ടാണ്. ഓക്കെ, സോ അത്രയും സമയമെടുക്കാം. സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വരുന്ന അമാവാസി ഇത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നീണ്ടു പോകുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് കാര്യങ്ങളെല്ലാം ബെറ്റർ ആവുന്ന സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ മേ ബി അതിന് കുറച്ച് സമയമെടുക്കും എന്ന രീതിക്കുമായിരിക്കാം. നിങ്ങളൊരു ക്ഷമ വെച്ച് നിൽക്കാനുള്ള, അല്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ക്ഷമ വെച്ച് നിൽക്കുന്ന രീതിയിലുണ്ടായിരുന്നു. സോ യെസ്, നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ വളരെയധികം ഇപ്പം മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ബോൾഡായി, നിങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നാവാനുള്ള സാധ്യതയാണ്. സോ 2 കാറ്റഗറി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു കൂട്ടർക്ക് കുറച്ച് ഡിലേ വരാം, ഒരു കൂട്ടർക്ക് പെട്ടെന്നാവാം. ഓക്കെ, സോ നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും, അത് മനസ്സിലാക്കാം. ഓക്കെ, സോ യെസ്, പൈൽ 1 കഴിഞ്ഞു. പൈൽ 2 പോകാം നമുക്ക്. പൈൽ 2, സോറി, നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ നോക്കാം. പൈൽ 2 നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഫുൾ കാർഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ആക്ച്വലി ഇവിടെ എനിക്ക് കോൺടാക്റ്റ് ഉള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ നോ കോൺടാക്ട് എന്ന രീതിക്ക് തോന്നുന്നില്ല. പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ട്, പക്ഷേ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പ്രശ്നം ഐ തിങ്ക് നിങ്ങൾ ഐ തിങ്ക് ഇവിടെ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ വേറെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ ഓൾറെഡി മാരീഡും ആവാം, രണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോറി, യെസ്, അതുകൊണ്ട് ഇവിടെ ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ചില സിറ്റുവേഷൻ അവർക്കൊരു ഭാരങ്ങളുണ്ടെന്നുള്ള രീതി കാണുന്നുണ്ട്. സോ മേ ബി അവർക്ക് മാരീഡ് ആയിരിക്കാം. സോ ഇവിടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമുള്ളത്. അതായത് അവർ മാരീഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് മെയിൻ തടസ്സം. ആൻഡ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു സിറ്റുവേഷൻ മുന്നോട്ട് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു മെസ്സേജ് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ മാപ്പ് പറയുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ 3 പറയുന്നുണ്ട്. ഒരു ഹിഡൻ എനർജി, നിങ്ങളുടെ തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം, അതായിരിക്കാം. ഇവിടെ ആക്ച്വലി നോ കോൺടാക്റ്റ് അല്ല എനിക്ക് തോന്നുന്നത്, ഒട്ടും തോന്നുന്നില്ല. നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ വലുതോ ഒക്കെ ഉണ്ടായി കാണും, അല്ലെങ്കിൽ മേ ബി സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ കാരണം നിങ്ങളൊരു അകൽച്ച വലുതും ഉണ്ടാവാം. അതല്ലാതെ വേറെ എവിടെ എനിക്ക് എനർജി ഒന്നും ലൈക്ക് ടോട്ടൽ സെപ്പറേഷൻ എന്ന് തോന്നില്ല. അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ ഉണ്ട്. ഓക്കെ, അതിന് കാരണം ഉള്ളത് കൊണ്ടാണ്. യെസ്, ഒരു ചെറിയൊരു അകൽച്ച ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. യെസ്, ഓക്കെ. സോ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ നോ കോൺടാക്റ്റ് അല്ല ഇത്. നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് സൂക്ഷിച്ച് അവർ പ്ലാൻ ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. നിങ്ങൾ മുന്നോട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ആഗ്രഹമുണ്ട്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, പറ്റുന്നവർക്ക് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പറ്റുന്നവർക്ക് നിങ്ങളുമായിട്ട് അവർക്ക് ആ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം. കുറച്ച് പേർക്ക് ഓക്കെ, ചെറിയൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിന് വേറെ മാരേജ് വരെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കാണാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ലൈക്ക് റീസെൻ്റ്ലി
അവർക്ക് വേറെ പ്രപ്പോസൽ വന്നു, അല്ലെങ്കിൽ അവർക്ക് വേറെ മാരേജിൻ്റെ വല്ല കാര്യങ്ങൾ വന്നു എന്ന രീതിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി കാണാം. സോ അതുകൊണ്ടായിരിക്കാം കുറച്ചൊരു അകൽച്ചയോ വല്ലതും ഉള്ളത്. ബട്ട് എപ്പോഴും എനിക്ക് ഫുൾ സെപ്പറേഷൻ അല്ല അവിടെ കാണുന്നത്. ഓക്കെ, സോ നോ കോൺടാക്ട് എന്ന രീതിക്കല്ല, ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിരിക്കാം. കാര്യം ഇൻ ആൻഡ് ഔട്ടിൻ്റെ ഒരു ഫീലിംഗ് അവിടെ ഉണ്ട്. സോ ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്. ബട്ട് എന്നാലും ഇവിടെയും നമുക്ക് സിറ്റുവേഷൻ എപ്പോൾ ബെറ്റർ ആവും എന്നുള്ളത് നോക്കാം. ഒരു ടൈമിംഗ് ആദ്യം നമുക്ക് ഗൈഡൻസ് എടുക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഗൈഡൻസ് എന്താ പറയുന്നത്? പേഷ്യൻസ്. ഓക്കെ, യൂണിറ്റി, മൺമുക്കാൾ എത്ര നടത്തെടുത്ത് രണ്ടെണ്ണമായിരുന്നു. ഓക്കെ, സാലേ. സോ യെസ്, ഇവിടെ യു വിൽ സോ ടുവേർഡ്സ് യുവർ ഡെസ്റ്റിനി വിത്ത് ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളോട് ആക്ച്വലി പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. കുറച്ച് ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങളോട് പറയുന്നുണ്ട് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ആക്ച്വലി ഇവിടെ ഒരു എടുത്ത് ചാട്ടത്തിൻ്റെ ഒരു എനർജി ഉണ്ട് എനിക്ക്. നിങ്ങളുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഒക്കെ ഉണ്ട്. സോ ഇവിടെ നിങ്ങളോടും പറയുന്നത് ക്ഷമയോടെ ഇരിക്കാം. ഓക്കെ, നിങ്ങളെടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴക്കോ പ്രശ്നത്തിനോ ഒന്നും പോകാതിരിക്കുക. സമാധാനമായിട്ടിരിക്കുക, പേഷ്യൻസോടെ ഇരിക്കുക. ഓക്കെ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്ലിയർ യുവർ മൈൻഡ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഡീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെ യൂണിറ്റി കാണുന്നുണ്ട്. ടൈം ഓഫ് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്, റിന്യൂവൽ, പീസ് ആൻഡ് ഹോപ്പ്. യു റേഡിയേറ്റ് ആൻഡ് അട്രാക്ട് ഗ്രേറ്റ് ലവ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ ഉണ്ട്. കുറച്ച് പേർക്ക് മാരേജ് വരെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാവാനും അവർ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, സിറ്റുവേഷൻസ് ആണ് ഇവിടെ തടസ്സം കാണുന്നത് എനിക്ക്. സിറ്റുവേഷൻസ് അവർക്കുള്ള തടസ്സം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ടൈമിംഗ് ഒന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റം എപ്പോൾ വരുന്നത്? നെക്സ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, സം ടൈം ദിസ് ഇയർ. ഓക്കെ, മെയ് കാണുന്നുണ്ട്. ഓക്കെ, മെയ് ആൻഡ് ആക്ച്വലി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിമിലർ മാതിരി വരുന്നുണ്ട്. ഓക്കെ, സോ മെയ് ഉണ്ട്, നെക്സ്റ്റ് വീക്ക് ഉണ്ട്, മെയ് ഉണ്ട്. സോ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തന്നെയാണ്, ബട്ട് മെയ്യുമായിട്ട് നമുക്ക് വളരെ അടുത്താണ്. സോ ഏപ്രിൽ മെയ് എന്ന രീതിക്ക് തന്നെ നമുക്ക് എടുക്കാം, ഏറ്റവും ക്ലോസസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരും. ആൻഡ് ഇവിടെ യെസ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സോ യെസ് ഇവിടെ ഒരു ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മാറി വരും. ടെൻഷൻ വേണ്ട. ഓക്കെ, സോ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറിക്കോളും. ചെറിയൊരു കാര്യം കൊണ്ടുള്ള ഒരു അകൽച്ചയാണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് അതായത് ഇന്നലെ തന്നെ, അതായത് ഇതിന് സമയമേ വേണ്ട എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് കുറച്ച് പേർക്ക് സം ടൈം ദിസ് ഇയർ എന്ന് പറയുന്നുണ്ട്. സോ ഈ വർഷം, ഓക്കെ, ഈ വർഷം നിങ്ങൾക്ക് ലൈക്ക് വൈകിയാലും ഈ വർഷത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്കാണ്. ഓക്കെ, ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഈ വർഷത്ത് തന്നെ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അടുപ്പം വരാനും കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് പൈൽകാർക്ക് അതായിരുന്നു. ആൻഡ് നമുക്ക് തേർഡ് പൈലിലേക്ക് പോകാം. ഓക്കെ, തേർഡ് പൈൽ ഗ്രീൻ കളർ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ഗ്രീൻ ക്രിസ്റ്റൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് കളറിൻ്റെ ഭംഗിയൊന്നറിയാൻ വേണ്ടി. ഓക്കെ, തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ലെറ്റ്സ് സീ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. തേർഡ് പൈൽക്കാരുടെ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ എനിക്ക് ടോട്ടൽ നോ കോണ്ടാക്റ്റ് ആണോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ടെൻ ഓഫ് സോഡ്സ് എനർജി ഉണ്ട് ഇവിടെ. ടെൻ ഓഫ് സോഡ്സ് എനർജി പറയുന്നത് ആക്ച്വലി ഒരു എൻഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വഴക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ എനിക്ക്. ഇവിടെ നിങ്ങൾ തമ്മിൽ എൻഡായത് എന്ന് ലൈക്ക് ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു എൻഡിങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഇവിടെ എനിക്ക് റിയൂണിയൻ എനർജി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീകണക്ട് ആവാനുള്ള സാധ്യതയുണ്ട്, കോംപ്രമൈസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് എനിക്ക് തോന്നുന്നു ടോട്ടൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിനി ഒട്ടും കോൺടാക്ട് വേണ്ട എന്ന രീതിക്കൊക്കെ അവസാനിപ്പിച്ച് കാണാം. ബാക്ക് സ്റ്റാബ് ചെയ്തൊരു ഫീലിംഗ് ഉണ്ട്. സോ നിങ്ങൾ ചതിച്ചു, ഒരാൾ ചതിച്ചു, മറ്റേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതായ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് ആ ഒരു നൊസ്റ്റാൾജിയ നല്ലോണം ഉണ്ട്. ഓക്കെ, നിങ്ങൾ മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്ത് ഇടയിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും, ഇവിടെ എനിക്കൊരു കോംപ്രമൈസ് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മജീഷ്യൻ.
ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്ന്. അതിപ്പോൾ സപ്പോസ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സിംഗിൾ, നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ഒക്കെ ആണെങ്കിൽ, ആക്ച്വലി ഇവിടെ സിംഗിൾ എനർജി വന്നിട്ടുണ്ട്. സോ മേ ബി അതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുടെ മുമ്പിൽ നിങ്ങളെക്കുറിച്ച് ഒന്ന് സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന രീതിക്ക് അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ. അല്ലാത്തവർക്കും എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമെന്നൊരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജിയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഐ തിങ്ക് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി വരുന്നത്. സോ മേ ബി ഒരു എൻഡിങ്ങിന് ശേഷം നിങ്ങളിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങളിപ്പം മാറിക്കാണും. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സൺ ആക്ച്വലി അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. Plain. Okay, yes, a journey is indicated either physically or metaphorically. Your life will become more full. Okay, ഇത് മെയിൻലി നമ്മൾ ഇവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇവിടെ ഒരു യാത്രയുടെ കാര്യം കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോഴായിരിക്കും മീറ്റ് ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരും എന്നുള്ളൊരു എനർജി ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് എനർജിയാണ് എനിക്ക് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയുമാണ്. യെസ്, വിഷ് എന്ന് കാണുന്നുണ്ട്. ഐ തിങ്ക് മറ്റേ ഞാൻ ജനറലിലും ഇതേ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ യെസ്, നിങ്ങൾക്കൊരു വിഷ് നിങ്ങളുടെ മാനിഫെസ്റ്റ് ആവുമെന്നാണ് കാണുന്നത്. സോ ആൻഡ് ഇവിടെയും മജീഷ്യൻ ഉണ്ടായിരുന്നു. സോ മജീഷ്യനും പറയുന്നത് നിങ്ങളുടെ ഒരു വിഷ് മാനിഫെസ്റ്റ് ആവുന്ന കാര്യമാണ്. ഓക്കെ, മീൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളെന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, തീർച്ചയായിട്ടും നടക്കും. അത് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ ഒരു പവറാണിത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു എൻഡിങ്ങിന് ശേഷം ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വിഷ് യൂണിവേഴ്സായിട്ട് നടത്തി തരുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. കോണ്ടാക്ട് വരും. ആക്ച്വലി ഇവിടെ ടൈമിംഗ് കൂടി എടുത്തേക്കാം. ടൈമിംഗ് ഓഗസ്റ്റ്. സ്റ്റോപ്പ് എക്സ്പെക്ടിങ്. ഓക്കെ, ആൻഡ് ജൂലൈ ഓഗസ്റ്റ് ആണ് മെയിൻലി കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, കുറച്ച് വേറെ സയൻസ് കൂടി നമുക്ക് ഇവിടെ ഉണ്ട്, അതുകൂടി പറയാം. ഓക്കെ, ഇവിടെ ഓഗസ്റ്റ് ഉണ്ട്, ജൂലൈയും ഉണ്ട്. സോ ജൂലൈ ഓഗസ്റ്റ് ടൈം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും. ആൻഡ് സ്റ്റോപ്പ് എക്സ്പെക്ടിങ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് പക്ഷേ കാത്തിരിക്കൽ നിർത്തൂ എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കൂ, നിങ്ങൾ ബോൾഡായിട്ട് ഇരിക്കൂ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവൂ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കൂ എന്നാണ് പറയുന്നത്. അവരെ കാത്തിരിക്കൽ നിർത്തൂ, അപ്പോൾ അവർ വരും. ഓക്കെ, ഇത് അങ്ങനെയാണ്. ആക്ച്വലി ടോട്ടൽ സെപ്പറേഷനൊക്കെ ഉള്ള സമയത്ത് അത് അങ്ങനെയാണ് എപ്പോഴും. നിങ്ങൾ ടോട്ടലി അവരെക്കുറിച്ച് മറക്കുന്ന ഒരു സ്റ്റേജ് പോലെ, ഓൾമോസ്റ്റ് മറക്കൊന്നുമില്ല. അവിടെ നിങ്ങൾ അവരെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ച് അവർ വരുമോ എന്നുള്ള ആ ഒരു ചോദ്യം നിങ്ങൾ എപ്പം നിർത്തുന്നു അന്ന് അപ്പോൾ അവർ തിരിച്ചു വരും. നിങ്ങൾ എപ്പോൾ നിങ്ങൾ എക്സ്പെക്ടേഷൻസ് സ്റ്റോവിട്ട് കളയുന്നു അപ്പോൾ അവർ തിരിച്ചു വരും. അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വരുന്നത് ഒരു മിഡ് നൈറ്റ് സമയത്തായിരിക്കാം, ഒരു രാത്രി നേരത്ത്, പാതിരാത്രിക്ക് ചിലപ്പോൾ നിങ്ങളൊന്ന് ഉറക്കം പിടിച്ച സമയത്ത്, അതാണ് നിങ്ങൾ തീരെയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, ആ സമയത്താണ് അത് മെസ്സേജ് വരാനുള്ള സാധ്യത. ഓക്കെ, ഒരു മിഡ് നൈറ്റ് സമയത്താവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ ഫ്രൈഡേ ഉണ്ട്. ആൻഡ് ആക്ച്വലി ഇത് 5 ആണ്, 2+3 5 ഉണ്ട്. ഇവിടെയും 5 ഉണ്ട്. ഫ്രൈഡേ ആണ്. സോ ഒരു ഫ്രൈഡേ ദിവസം അല്ലെങ്കിൽ ഒരു മിഡ് നൈറ്റ് സമയത്ത്, ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് കണക്കാക്കണ്ട, ഐ തിങ്ക് ഒരുപാടാവും. ഓക്കെ, ഇത്ര മതി. സോ ഇവിടെ ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിട്ട്, ഐ തിങ്ക് ഒരു വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ഒരു മിഡ് നൈറ്റ് സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അവരെ കാത്തിരിക്കലൊക്കെ നിർത്തി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത്, മേ ബി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഫ്രൈഡേ സാറ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുക, നിങ്ങൾ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുക. അങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു മെസ്സേജ് തിരിച്ചവർ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, സോ യെസ്, ഇതാണ് പൈൽ 3കാർക്കുള്ളത്. സോ ഓരോരുത്തർക്കും ഓരോ മെസ്സേജസ് ഇവിടെ ഐ ഹോപ്പ് എന്തെങ്കിലുമൊക്കെ കിട്ടി കാണും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.